ഷോർട്ട് സർക്യൂട്ട് വന്ന സമയത്ത് ജിന്നെ വെളിച്ചം തരണേ എന്നൊരാൾ തേടിയാൽ അതിന്റെ മതവിധി എന്താണ്? അല്ല, ഈ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ അല്ലേ നമ്മൾ വിളിക്കണ്ടേ? അതെ, അതൊക്കെ ശരിയാണ്. അല്ലേ, നമ്മളിപ്പോ ഷോർട്ട് സർക്യൂട്ട് വന്നു. ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞാൽ ഈ കറണ്ടിന്റെ സംബന്ധമായിട്ടുള്ള പിന്നെ ഒരു കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇരുട്ട് വന്നു, കപ്പലിന്റെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ട് വന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ആ ഇരുട്ടത്ത് നമ്മൾ ജിന്നെ വെളിച്ചം തരണേ എന്ന് തേടിയാൽ ഇതിന്റെ മതവിധി എന്താണ്? ജാഫർ സാഹിബേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ മതവിധി പറയുന്നതിന് മുമ്പേ ഈ ടി കെ അഷ്റഫിന് കപ്പലുമായിട്ടൊരു ബന്ധമില്ല, ഫൈസൽ മൗലവിക്കും കപ്പലിന്റെ ജോലിയൊന്നുമില്ല. അപ്പൊ ഈ കപ്പലിന്റെ ജോലിക്കാരെ അടുത്തല്ലേ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്? എനിക്ക് അറിയാണ്ട് ചോദിക്കാണ്. അതെ, അപ്പൊ ഇവരെ അങ്ങനെ പറഞ്ഞാലും മതി. പക്ഷെ ഇവരെന്ത് ചെയ്തു പറയാം, ഒരുപാട് സംസാരങ്ങൾ ഇതിന് കഴിഞ്ഞു, പിന്നെ ഭീഷണിയിലേക്ക് എത്തി. അങ്ങനെ ഇവര് ഫോൺ ചെയ്തിട്ട് എന്താ പറയണേ, ആദ്യം ഇവര് പറഞ്ഞു നിങ്ങളെ സ്റ്റേഷനിൽ പിടിപ്പിക്കും, നിങ്ങള് പിന്നെ ഈ പിന്നെ പണ്ഡിതന്മാർക്ക് വിളിച്ചിട്ട് ഓരോരോ തെറി പറഞ്ഞിരിക്കണം, അങ്ങനെ പറഞ്ഞു, അന്യായമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ മൻസൂർ മണ്ണാർക്കാട്, പറഞ്ഞോളൂ. പിന്നെ ഞാന് കുളിച്ചതേ, ഞാനൊരു ഇസ്ലാമികമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോട്. ഒരു മിനിറ്റ്. ശരി, ഓക്കെ. പറയൂ സാഹിബേ. അപ്പോ ഞാനൊരു 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്, ബുള്ളറ്റ് സർവീസ് സെന്റർ. ശരി. അപ്പോ എനിക്ക് പിന്നെ ഇപ്പൊ ഈ ജിന്ന് വിഷയം വിവാദങ്ങളൊക്കെ ആയിട്ട് കുറെ വിഷയങ്ങൾ നടക്കാണല്ലോ. ജിന്നിന്റെ വിഷയത്തില് ഇസ്തിആനത്തുൽ ജിന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച. അപ്പോ ഞാനെന്ത് ചെയ്തു, ഈ ഒരു സാധാരണക്കാരൻ 2 വീലർ മെക്കാനിക്കാണ്, സ്ഥാപനം നടത്തുന്ന ആളാ. അപ്പൊ ഞാന് എന്റെ ഫോണിൽ നിന്ന് ഈ പിന്നെ ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ പണ്ഡിതണ്ടല്ലോ, അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, എന്താ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന സമയത്ത് ജിന്നെ വെളിച്ചം തരണേ എന്നൊരാൾ തേടിയാൽ അതിന്റെ മതവിധി എന്താണ്? അപ്പൊ ഇത് ഞാൻ ചോദിച്ചപ്പോ ഈ വിഷയത്തിൽ എന്റെ ഫോണ് കേട്ടിട്ട് ഇവര് ഫോൺ കട്ട് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, എനിക്ക് ഒരുപാട് ഇത് ബന്ധപ്പെട്ട് ഈ ഇസ്ലാത്തിന്റെ പണ്ഡിതന്മാരായിട്ട് കുറെ ആൾക്കാര് എന്നോട് വിളിച്ചിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചക്ക് എന്നോട് ഫോണിൽ വിളിച്ചിട്ട്, അപ്പൊ ഇത് ഗ്രൂപ്പിലൊക്കെ ഞങ്ങളിത് ചർച്ച വന്നു. അപ്പൊ വീണ്ടും ഈ വിഷയം കൂടുതൽ ആവർത്തിക്കപ്പെട്ടപ്പോ ഞാൻ വേറെ രീതിയിലും കൂടി ചോദിച്ചു. എനിക്ക് അല്ലെങ്കിൽ ഒരു കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇരുട്ട് വന്നു, കപ്പലിന്റെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ട് വന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ആ ഇരുട്ടത്ത് നമ്മൾ ജിന്നെ വെളിച്ചം തരണേ എന്ന് തേടിയാൽ ഇതിന്റെ മതവിധി എന്താണ്? അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ഈ വിഷയം തന്നെ ചർച്ചയായപ്പോ എനിക്ക് വാട്സപ്പ് മുഖേന കണ്ടമാനം ഭീഷണികൾ ഇങ്ങനെ വരാൻ തുടങ്ങി ഫോണിൽ കൂടി. അങ്ങനെ ഭീഷണി വന്നിട്ട് ഞാൻ ഈ 2 വീലർ മെക്കാനിക്കായ ഞാനും പിന്നെ എന്റെ കടയിലുള്ള പിന്നെ മറ്റു സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്നൊക്കെ ഞങ്ങൾ വാട്സപ്പ് മുഖേന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തുടങ്ങി. മുസ്ലിം സുഹൃത്തുക്കൾ വരേണ്ടതിൽ ഇപ്പം എന്റെ വാട്സപ്പ് 3 ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സെക്രട്ടറിയാണ് ചെയ്തതെന്ന് നേരിട്ട് പറയാൻ കഴിയില്ല, പക്ഷെ ആളെ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. 3 വാട്സപ്പും 6 മാസത്തോളായി ബ്ലോക്ക് ചെയ്തു. അതെങ്ങനെ ഒരാൾക്ക് നിങ്ങളെ വാട്സപ്പ് നമ്പർ എന്റെ നമ്പറിലേക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനൊന്നും കഴിയില്ല. വാട്സപ്പ് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതായത് വാട്സപ്പിൽ ഉണ്ടാവും, സേവ് ചെയ്ത് കഴിഞ്ഞാല് അടിയിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാവും. റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാല് നിങ്ങളിപ്പോ എനിക്ക് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് അടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാനൊരു റിപ്പോർട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മൊത്തത്തിൽ വാട്സപ്പ് അക്കൗണ്ട് ഒന്നും പോകില്ല. നിങ്ങൾക്ക് എന്റെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും? ഞാനിപ്പോ ഞാൻ നിങ്ങളെ മൻസൂർ മണ്ണാർക്കാട് സേവ് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു 6-7 ആള് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ മൻസൂർ മണ്ണാർക്കാട് എന്നുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ, അതിന് ഞങ്ങൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് കമ്പനി നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ശരി, വാട്സപ്പ് മാത്രമാണോ? ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുമോ? അതെനിക്കറിയില്ല. എന്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിട്ട് ഞാനിത് സ്ഥാപനങ്ങളിൽ കൊടുത്തു, മൊബൈൽ ഷോപ്പുകളിലൊക്കെ കൊടുത്തു. അപ്പൊ നിങ്ങൾ പറയുന്നത് അവര് മാസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള, അത് എല്ലാരും കൂടെ കൂടിയിട്ട് കൂട്ടമായിട്ട് ഇവര് റിപ്പോർട്ട് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്റെ സ്ഥാപനത്തിലെ മെക്കാനിക്കുകളായിട്ടുള്ള വിഷ്ണു, അതുപോലെ പിന്നെ സനൂപ് എന്നൊക്കെ പറയുന്ന ഇവരുടെ വാട്സപ്പിനെ ഉപയോഗിച്ചിരുന്നു ഈ ബൈക്ക് വർക്ക്ഷോപ്പിൽ, അതും ബ്ലോക്ക് ചെയ്തു. കാരണം ഇതിൽ ഈ ചർച്ചകൾ ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ എന്താ വെച്ചാലേ ഒരു പിന്നെ മുജാഹിദ് ഐക്യവേദി എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഇവരെല്ലാരും ഉണ്ട്. ഈ 2 വിഭാഗം ഉണ്ട് ഇതില്, ഉണ്ട് മർക്കസ് ദേവ അങ്ങനെ കണ്ടല്ലോ ഇതില്. പിന്നെ അതേമാതിരി വിസ്ഡം, ഇതിലൊക്കെ ആളുകളുണ്ട്, പണ്ഡിതന്മാർ വരെ ഉണ്ട്.
അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ എന്ത് ചെയ്തു, എന്റെ സ്ഥാപനത്തിലുള്ള എന്റെ വർക്ക്ഷോപ്പിൽ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്പർ ഇതിൽ ചേർത്തു. എന്നിട്ട് ഈ വിഷയം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തു. വാട്സപ്പ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത ഈ വിഷ്ണുവിനെയൊക്കെയാണോ ചേർത്തത്? ഈ വിഷ്ണുവിനെയൊക്കെയാണോ ചേർത്തത്? ഈ വിഷ്ണുവിന്റെ നമ്പർ എനിക്ക് തന്നു വാട്സപ്പ് ഉപയോഗിക്കാൻ. കാരണം എന്റെ വാട്സപ്പ് ബ്ലോക്ക് ആയാലോ. അപ്പൊ ആ നമ്പർ അതിൽ ചേർത്തു. അങ്ങനെ അപ്പൊ അവര് അതും ബ്ലോക്ക് ചെയ്തു. 3 നമ്പർ ഇപ്പൊ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ 6 മാസത്തോളം ഞാൻ എന്താ ചെയ്തിങ്ങനെ ഈ പിന്നെ വാട്സപ്പ് ഇല്ലാതെയാണ് ഞാൻ നടന്നിരുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ വക്കീലിനെ കണ്ടിട്ട് ഇത് എനിക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടാണ് ഞാന് പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എവിടുന്നാ വിളിക്കണേ? ഞാന് പിന്നെ പെരിന്തൽമണ്ണ പാറൽ. അത് ഏത് വഴിക്കാ? പെരിന്തൽമണ്ണ കരിങ്കലത്താണി കഴിഞ്ഞിട്ട് തൂത കഴിഞ്ഞ റൂഡല്ല, തൂത കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണക്ക് എത്തുന്നതിന് മുമ്പ്. തൂത കഴിഞ്ഞ് പെരിന്തൽമണ്ണക്ക് എത്തുന്നതിന് മുമ്പ്. ഓക്കെ. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞത് നമുക്കതൊരു പിന്നെ ഇത് ഒരു ചാനലിലോ വീഡിയോയിലോ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പൊ ആവശ്യം. നിങ്ങൾ നിയമപരമായിട്ട് നേരിടുകയായിരിക്കും നല്ലത്. പിന്നെ ഇതിപ്പോ നിങ്ങൾ പറയുന്നത് അവർ നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നു. അതിന് എവിഡൻസോ അല്ലെങ്കിൽ അതിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രേഖകളൊക്കെ ഉണ്ട്. ആ സിം വരെ ഉണ്ട്. ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് വെച്ച സിമ്മുണ്ട്. അത് അവരാണെന്നുള്ളതിനുള്ള ഇതെന്താണ്? നമുക്ക് 100% അവര് ഈ ആളുടെ ഗുണ്ടകളാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ സൈബർ ഗുണ്ടകൾ പറഞ്ഞിട്ട് ഇതിനൊരു ടീമുണ്ട്. ഞാൻ സത്യത്തില് ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ മതവിധിയൊക്കെ ഉസ്താദ്മാരോട് വരെ ചോദിച്ചിട്ടുണ്ട്, പലരോടും. അവര് അവരുടേതായ ഇത് പറഞ്ഞു തരുന്നല്ലാതെ എങ്ങനെ ഒരു ആക്രമണം ചെയ്യണം ആദ്യത്തെ കണ്ടിരിക്കണു. അതുകൊണ്ടാണ് ഇതൊരു ശരിക്കും പറഞ്ഞാല് നമുക്ക് കഴിയാത്ത ഒരാളെ വേറെ രീതിയിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിത് PN അബ്ദുൽ ലത്തീഫ് മദനി അതുപോലുള്ള ഇതിന്റെ ആളുകളോടൊക്കെ ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ ഇങ്ങനെയാണ്. അവര് മറുപടി തരുന്നില്ല. ഇതിനുള്ള ഒരു മതവിധി എന്താണെന്ന് വെച്ചാൽ അത് അവര് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചു വീണ്ടും ഇത് ആവശ്യപ്പെട്ടപ്പോ ശിർക്കാണെങ്കിൽ ശിർക്കാണെന്നുള്ള മതവിധി പറഞ്ഞുതരും, അല്ലെങ്കിൽ ശിർക്കല്ലെങ്കിൽ. കാരണം അവര് മൂടി വെച്ചെന്ത ഒരു സംഭവമാണിത്. നിങ്ങള് 2 കാര്യമാണ് ഇപ്പൊ ചോദിച്ചത്. ഒന്ന്, ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ജിന്നെ വെളിച്ചം കൊണ്ടാന്നുള്ളതാണ് ഒന്ന് പറഞ്ഞതെന്നാ പറഞ്ഞത്. എനിക്കറിയില്ല ഈ വിഷയത്തെ കുറിച്ച്. ഞാന് പിന്നെ ഈ ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പിന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അല്ല, ഈ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ അല്ലേ നമ്മൾ വിളിക്കണ്ടേ? അതെ, അതൊക്കെ ശരിയാണ്. അല്ലേ, നമ്മളിപ്പോ ഷോർട്ട് സർക്യൂട്ട് വന്നു. ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞാൽ ഈ കറണ്ടിന്റെ സംബന്ധമായിട്ടുള്ള പിന്നെ കേസല്ലേ വരിക? അതെ, അല്ല, നമ്മളത് വെളിച്ചം ഇല്ലാത്തൊരു സമയത്ത് ഒരാളെങ്ങനെ തേടിയാൽ അതിന്റെ മതവിധി എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഇങ്ങളെ സംശയം പിന്നെ അല്ല, ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഞാൻ ഇവരോട് ജാഫർ സാഹിബ്, ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ വിഷയം സോഷ്യൽ മീഡിയയില് ഒരു വിഷയമാക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു ആളുകൾ ചോദിക്കുമ്പോ എനിക്കിത് മറുപടി പറയാൻ കഴിയണല്ലോ. അതുകൊണ്ടാണ് ചോദിക്കണത്. ഇപ്പൊ നമ്മള് ഒരു നട്ടപ്പാരക്ക് ഒരു ഭാഗത്തിരിക്കാണ്, നമ്മുടെ അടുത്ത് ലൈറ്റർ പോലും ഇല്ല, ടോർച്ചില്ല, ഒന്നുമില്ല. ജിന്നെ വെളിച്ചം കൊണ്ടാന്ന് അവിടെ പറയുന്നത് വിഡിത്താണ്. അതേപോലെ നമ്മൾ വീട്ടിൽ കടന്നുറങ്ങുകയാണ്, അവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയണ്ട. ഇനിയിപ്പോ ഫീസ് പോവുകയോ അല്ലെങ്കിൽ RCCB ട്രിപ്പ് ആവുകയോ ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇനിയിപ്പോ ഷോർട്ട് സർക്യൂട്ട് വന്നു തന്നെ കരുതുക, വയറോ കത്തി. അപ്പൊ നമ്മള് ഈ ജിന്നെ പിന്നെ വെളിച്ചം കൊണ്ടാന്ന് പറയാണോ വേണ്ടത്, നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കാണോ വേണ്ടത്? എനിക്ക് അതൊന്ന് മറുപടി തന്നാൽ മതി. എങ്ങനെ? നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കും, നമ്മുടെ കാര്യത്തിന് നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കാം. പക്ഷെ ഇതില് മതവിധി എന്താണ് ഇങ്ങനെ ഒരാൾ വിളിച്ചാൽ എന്നാ ഞാൻ ചോദിച്ചത്. ചിലര് ഗുരുവായൂരപ്പ വെളിച്ചം തരണേന്ന് പറയും, ചിലവര് മുദ്രീശയൊക്കെ വെളിച്ചം തരണേന്ന് പറയുന്ന സമുദായം എന്ന് പറയുന്നുണ്ട്. ഉണ്ട്. അത് വെളിച്ചം തരാൻ കഴിയൂല്ലോ. കഴിയൂല, അത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇല്ല, അത് കഴിയൂ. ഞാൻ ആ വിഷയത്തിൽ നമുക്ക് അറിയില്ലോ. അപ്പൊ ഇതിങ്ങനെ ഒരാൾ ചോദിച്ചാൽ അതിന്റെ മതവിധി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അത് എന്തായിരുന്നു, എനിക്ക് അവരുടെ തെറ്റിദ്ധാരണയൊന്നുമില്ല. അവർക്ക് അവരുടെ മതവിധി എന്തായിരുന്നാലും അവർ പറഞ്ഞു തന്നാൽ മതി. അപ്പൊ MT വിഷൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇയാൾ ഈ വിഷയം അറിഞ്ഞിട്ട് ഇടപെട്ടു. ഇയാൾ ഈ വിഷയം അറിഞ്ഞിട്ട് ഇടപെട്ടിട്ട് ഇയാൾ സംസാരിച്ചത് എന്താ അറിയോ? അത് അള്ളാനെ വിളിക്കും പോലെ വിളിച്ചാലേ ശിർക്കാവുള്ളൂ, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറെ ന്യായങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇതിൽ ചർച്ചകൾ കഴിഞ്ഞു. അപ്പൊ ഈ വിഷയം ഞങ്ങൾ എന്ത് ചെയ്തു, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എന്താ ഇയാളുടെ സംസാരത്തിന്റെ ചോദ്യമൊക്കെ ഷെയർ ആയി പോയി. അസ്സലാമു അലൈക്കും. വോയിസ് നമുക്ക് ഹാരിസ് ബിൻ സലീമിന്റെ കാര്യം ഒന്ന് സംസാരിക്കാം.
അതായത് അയാള് ദുർമന്ത്രവാദ ജിന്ന് പിന്നെ റാക്കിച്ചി ഈ ചികിത്സയുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒന്ന് പിന്നെ അന്വേഷണം തുടങ്ങണം. അപ്പോൾ അതിനുള്ള അന്വേഷണത്തിന് ഇത്തരം സോഷ്യൽ മീഡിയയിലുള്ള പിന്നെ ചർച്ചകളാണ് നമ്മൾ വഴി കൊണ്ടുവരിക. അപ്പോൾ ഒന്ന് വോയിസിൽ പോവാം, നമുക്കതൊന്ന് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. 1-2 ആൾക്കാർ വോയിസിൽ വന്നു കഴിഞ്ഞാൽ സംഭവം അത് സാധ്യമാവും. അപ്പോൾ സംഭവം ഇപ്പോൾ എൻ്റെ അന്വേഷണത്തിൽ നമ്മളൊരു കുടുംബത്തിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ അയാളടുത്ത് കൗൺസിലിംഗ് ചികിത്സക്ക് പോയിക്കണം. അപ്പോൾ ഈ കൗൺസിലിംഗ് ചികിത്സക്ക് പോയപ്പോൾ അതിൽ നിന്ന് ചില ആളുകളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊമോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എവിടുക്കാണ് എങ്ങനെയാണെന്നൊക്കെ കൂടുതൽ അന്വേഷിക്കണം. അതിന് നമ്മൾ ആദ്യം ഇതൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെ കൂടുതൽ ഈ സംഭവം ഷെയർ ആയി പോയപ്പോ ഇതൊക്കെ പണ്ഡിതന്മാർക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഈ മുജാഹിദ് ബാലുശ്ശേരി അടക്ക വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് പ്രസംഗത്തില്. ഒരാളിങ്ങനെ ചോദിച്ചിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ പ്രസംഗത്തിൽ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യം ഈ വിഷയം പക്ഷെ ഈ ചർച്ച കൂടുതൽ നടന്നപ്പോ എന്തായിന്നറിയോ, പിന്നീട് ഈ വിഷ്ണു എന്ന് പറയണവനും പിന്നെ അതേമാതിരി ഈ സനൂപ് എന്ന് പറയണ എന്റെ വർക്ക്ഷോപ്പിലെ സ്റ്റാഫുകളായിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, എന്റെ വാട്സപ്പ് 3 ഇതുപോലെ ഈ 2 അടക്കം എന്ത് ചെയ്തു, ഇതുപോലെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഉപയോഗിച്ചിട്ട് കയറിയിരുന്നു. ഞാൻ എന്റെ അടുത്ത് കാരണം കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു, അഡ്മിനും കൂടെ ആയിരുന്നു. പക്ഷെ മൊത്തത്തില് ഈ 1 ഈ 3 ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പിന്നെ നമുക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല, വാട്സപ്പിൽ നമുക്ക് അനങ്ങാൻ കഴിയില്ല. കാരണം നമ്മൾ മെക്കാനിക് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാല് സ്പെയർ പാർട്സും ഉണ്ടൊക്കെ ചെയ്യണം ബുള്ളറ്റിന്റെ. അപ്പൊ നമുക്കൊരു കസ്റ്റമർ ചിലപ്പോ ചാവി വണ്ടിമോ വെച്ചിട്ട് ഇടയിൽ ഏൽപ്പിച്ചിട്ട് ഫുള്ള് കംപ്ലൈന്റ്സ് ഒക്കെ വാട്സപ്പിൽ അയച്ചു തരാം. ഇന്നതാ കേട് അതൊക്കെ നമ്മൾ ഡീലിങ് നമ്മൾ മാറ്റും. എന്തെങ്കിലും സ്പെയർ ആണെങ്കിൽ അവരുടെ ആവശ്യപ്പെടുന്ന സ്പെയർ ഓർഡർ കൊടുക്കണം ഒക്കെ വാട്സപ്പിൽ നിന്നില്ലാതെ നമുക്ക് നീങ്ങാൻ കഴിയില്ല. ഈ 3 ലോക്കാക്കി. ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതൊരു മതത്തിന്റെ അവരുടെ എന്തോ ഒരു ഉള്ളുകള്ളിയാണ്, എന്തൊരു ഒളിച്ചു കടത്തലാന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാനെന്ത് ഇപ്പൊ വക്കീലിനെ സമീപിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളോടൊക്കെ ഒന്ന് അഭിപ്രായം കൂടി ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, അത് വക്കീലിനെ സമീപിക്കണ വക്കീലിന്റെ അടുത്ത് സമീപിക്കാം. അതിനെ കുറിച്ച് എനിക്കറിയില്ല. കാര്യം എന്താ വെച്ചാൽ എന്റെ കേസുകൾ നടക്കണമൊക്കെ ഇപ്പോ ഞാൻ വേറെ വക്കീലിന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ നിയമപരമായിട്ട് അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ ഒരു സംശയം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കപ്പലിൽ കയറിയിട്ട് ഇപ്പൊ അവിടെ വെളിച്ചം പോയാലും നല്ല ഒരു ചോദ്യം. അപ്പൊ നമ്മളിപ്പോ ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ മറ്റു യാത്രകളൊന്നും ജിന്നിന്റെ അനുവാദത്തോടെ അല്ല. പിന്നെ നമ്മള് അവിടെ പോയിട്ട് അല്ലെ, അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരാം. അതൊക്കെ എനിക്കും അറിയാം, നിങ്ങൾ പറയുന്നത് എനിക്കും അറിയാം. നമ്മളതൊന്നും പിന്നെ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല. പക്ഷെ ഇങ്ങനെ ഒരു സംശയത്തിൽ ഒരാളെ തേടിയാൽ അതിന്റെ മതവിധി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പല വിഷയത്തിൽ നമ്മളിപ്പോ ഒരു വിഷയത്തിൽ നമുക്കിപ്പോ രോഗം വരുന്നു, മൊയ്തീൻ രോഗം മാറ്റണം, മൊയ്തീൻ ഒരിക്കലും നമുക്ക് മരുന്ന് വരുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരാളങ്ങനെ തേടിയാൽ അതിന്റെ മതവിധി എന്താണെന്ന് ചോദിച്ചാൽ സമസ്തക്കാർക്ക് അറിയില്ല. അപ്പൊ അതിന്റെ മതവിധി എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത പണ്ഡിതന്മാർ അതിൻ്റെതായ ന്യായത്തിൽ അവരുടേതായ ഒരു ന്യായീകരണം അവർ പറഞ്ഞു തരും. പക്ഷെ ഒരിക്കലും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് നെറ്റ് നമ്പറുകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തുക, ഇത് റിമൂവ് ആക്കണം എന്ന് പറയാം, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഇതൊന്നും നടക്കാഞ്ഞപ്പോഴാണ് എന്തായത്, എന്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ എന്റെ സ്ഥാപനത്തിലേക്ക് നല്ല നഷ്ടം വന്നിട്ടുണ്ട്. അത് ശരിയാണ്, നല്ല നഷ്ടം വന്നിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് എനിക്ക് നല്ല നഷ്ടം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് 6 മാസത്തോളം എനിക്ക് അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അരിപ്രശ്നം കാര്യങ്ങളുണ്ടല്ലോ, അതല്ലേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ അരിപ്രശ്നത്തിന് ഉപയോഗിക്കുന്ന നമ്പറുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം കൂടി. അത് പിന്നീട് എനിക്ക് ഇതായത് പിന്നീട് എനിക്ക് പലരും പറഞ്ഞു ഈ നമ്പർ പിന്നെ എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ ഇവരിങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യണ പോലാണെന്നുള്ളത് വേറെയും ആൾക്കാർ പിന്നെ എനിക്ക് വിവരം കിട്ടി ഇന്നോട്ട് സമീപിച്ചു. നേരിട്ട് ഒരു സമസ്തന്റെ ഒരു പണ്ഡിതന്റെ പിന്നെ ഇത് ഇതാക്കിയിട്ടുണ്ട്. അതൊരു വ്ളോഗറാണ്, സമസ്തന്റെ പിന്നെ ഇതേപോലെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കണേ AP വിഭാഗത്തിന്റെ. അതിലെല്ലാരും ബ്ലോഗർമാരാണ്. പക്ഷെ അയാള് നേരിട്ടിനോട് പറഞ്ഞു അയാളെ നമ്പർ ഇതേപോലെ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ സംസാരിക്കണം, എന്റെ നമ്പർ ആരും ബ്ലോക്ക് ചെയ്യില്ല, എന്താ സംഭവം? നിങ്ങൾക്ക് ചിലർക്ക് ഞങ്ങളെ കഴിവുണ്ടായ കാരണം നിങ്ങൾക്ക് കഴിവുണ്ടാവും. എനിക്ക് കഴിവുണ്ടായിട്ടൊന്നുമില്ല. ഓല് എന്റെ ബ്ലോക്ക് ചെയ്താൽ ഞാൻ വേറെ നമ്പർ എടുക്കും.
നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും എടുക്കാലോ. എനിക്കങ്ങനെ പിന്നെന്താ വെച്ചാലേ എന്തായാലും എന്റെ ആൾറെഡി എന്റെ നമ്പർ പഴയ നമ്പറിന് 96450046 ഇതിന്റെ കസ്റ്റമേഴ്സ് ബുള്ളറ്റ് കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള നമ്പറാണ്. കൊല്ലങ്ങളായിട്ട് ആ നമ്പറിലെ വാട്സപ്പ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ 6 മാസങ്ങൾക്ക് ശേഷം അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്റെ നമ്പർ ഇപ്പൊ ഞാൻ വിളിച്ചത്, ഇപ്പൊ ഞങ്ങൾക്ക് വിളിച്ച ഈ നമ്പറിൽ പഴയ ലെവലിൽ വാട്സപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ എന്നോട് പലരും പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇനി ഇതുമ്മ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഒരു കളിക്കാണല്ലോ ഞാൻ പോവുക, സ്വാഭാവികമായിട്ടും എന്റെ സ്ഥാപനത്തെ പൂട്ടിക്കാനുള്ള രീതി ചെയ്തോണ്ട് അപ്പൊ വേറെ നമ്പർ എടുത്തിട്ട് ചെയ്യാനാ പറഞ്ഞത്. അല്ല, അവിടെ എനിക്കൊരു ഒരു 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 സംശയമുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിനെ ബ്രാൻഡ് ചെയ്തിട്ടാണ് അവര് അല്ല ഈ വാട്സപ്പ് എന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ചത് വാട്സപ്പാണ്, വാട്സപ്പിൽ എന്തോ ചെയ്തു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അത് സ്ഥാപനത്തിനെ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞാല് ഇവർക്ക് ഏത് സ്ഥാപനത്തിലാണെന്നുള്ളത് അല്ല ഇവർക്ക് അറിയാം. കാരണം എന്താ അറിയോ, ഇവര് ഇതിന്റെ ഇടയിൽ മഞ്ചേരിയിൽ ഒരു വിവാദമൊക്കെ ഉണ്ടായ ഒരു പിന്നെ പണ്ഡിതൻ ഉണ്ടായിരുന്നു. എന്താ പിന്നെ അയാള് ഇപ്പൊ അടുത്ത് ഈ പിന്നെ ഒരു ആദർശ തർക്കത്തിലൊക്കെ വലിയ പ്രശ്നമൊക്കെ ആയ ആള്, അയാളൊക്കെ എനിക്ക് നേരിട്ട് ഫോൺ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അയാൾ സ്ഥാപനം വീക്ഷിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് അയാൾ ഫോൺ ചെയ്തിട്ടുണ്ട്. സ്ഥാപനം എവിടെയാണ് എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഫോണ് കൂടി കണ്ടമാനം കളി നടന്നു വലിയൊരു വിഷയത്തില്. ഞാൻ അവർക്കെതിരെ ചിലപ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. മതപരമായ ആശയത്തിൽ തർക്കം ഉണ്ടാകലുണ്ട്. അത് നമ്മക്ക് എല്ലാവരായിട്ടും ഉണ്ടാവും. കാരണം പിന്നെ ഇപ്പൊ നമ്മൾ സംസ്ഥാനത്തെ ആൾക്കാരടക്കം എനിക്കെതിരെ നല്ല പിന്നെ ഇവിടുത്തെ മൂല്യന്മാരൊക്കെ ഇപ്പൊ എന്തിനു പറയണു, ഇവ ഞങ്ങളെ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലടക്കം പള്ളിയിൽ ഇപ്പൊ അടുത്ത് നടന്ന ഒരു പരിപാടിക്കെതിരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൂപ്പിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കെതിരെ പോസ്റ്റ് ഇടും. ഒരു എന്താ അൻവരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പിന്നെ ഈ പിന്നെ പൊട്ടച്ചിറ ഇതൊന്ന് ബിരുദെടുത്തൊരു ആളാ അൻവരി. ഈ അൻവരി ഞമ്മക്കെതിരെ പോസ്റ്റ് ഇടലുണ്ട് മഹല്ല് ഗ്രൂപ്പില്. ഞങ്ങൾ പാറൽ മഹല്ല് ഗ്രൂപ്പ് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്ന പോസ്റ്റിന് എതിരെ അയാൾ ഇടും. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി അയാൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മോശമല്ല, അയാൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന് പ്രതിനിധാനം ചെയ്യുന്നത്? ഞാൻ സ്വതവേ ഒരു മുജാഹിദ് ആദർശമുള്ള ഒരാളാണ്. തന്നെയാണല്ലോ. ഇവര് മുജാഹിദ് അല്ല, ഇങ്ങനെ ഒരു മുജാഹിദ് ചെയ്യൂല. ഒരു മുജാഹിദ് ഇങ്ങനെ ചെയ്യൂല. മുജാഹിദ് അല്ല. കാരണം എന്താ അറിയോ, ഒരു അക്രമികളാണ്. കാരണം ഇങ്ങനെ ചെയ്യൂല. ഞാന് ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ മുജാഹിദിലൊരു പ്രത്യേക ആശയമൊന്നുമില്ല. ഞാൻ എല്ലാരപ്പം നിങ്ങളെപ്പം എനിക്ക് എന്റെ തൊഴിലിനെ ഇതാക്കിയപ്പോഴാണ് ഞാനിപ്പോ ഏറ്റവും വലിയ പ്രശ്നത്തിൽ പെട്ടത്. ഇത് അതായത് ഞാനും സമസ്ത പണ്ഡിതന്മാരെ അംഗീകരിക്കും പോലെയും കൂടി ഇവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം എന്റെ നേരിട്ടുള്ള അനുഭവമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ നിങ്ങളുടെ അരിപ്രശ്നത്തിൽ കളിച്ചു. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങളുടെ കൈകളിലുള്ള തെളിവൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങനെ നിയമപരമായിട്ട് നീങ്ങാം. ഞാനൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ സംസാരിച്ച ഈ കോള് ഞാൻ യൂട്യൂബിലിടാം. അത് ഇട്ടോളണ്ടേ. അതിന് എനിക്ക് തർക്കല്ല. കാരണം എന്റെ ഭാഗത്ത് സത്യസന്ധാണ്. ഞാൻ എന്റെ ഫോട്ടോസും ഇതൊക്കെ അയച്ചു തരാം. കാരണം എന്താ അറിയോ, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ എന്ത് ചെയ്യണം എന്നറിയോ, എനിക്ക് എന്റെ വർക്ക്ഷോപ്പിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തോളുണ്ട്. അതിന്റെ സ്റ്റാഫുകൾ ഞാൻ ഹാജരാക്കി തരാം. ഈ വിഷയം ഇടണം. ആദ്യം ജിന്നെ ഒരു വെളിച്ചം തരണേ എന്ന് മതവിധി ചോദിച്ചതിനാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഇടണം. ഈ സത്യത്തില് പിന്നെ ഞാൻ ചോദിച്ചു അതിന്റെ സത്യത്തിൽ ഈ ജിന്നിനോട് വെളിച്ചം ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ മതവിധി എന്താണ്? അത് അവരല്ലേ പറഞ്ഞു തരേണ്ടത്. ഞാൻ സാധാരണക്കാരൻ, ഞാൻ 2 വീലർ വർക്ക്ഷോപ്പുകാരനാണ്. ഞാനത് കൃത്യമായി അവരോട് പറഞ്ഞേക്കണു. ഞാൻ 2 വീലർ വർക്ക്ഷോപ്പുകാരനാണ്. എനിക്ക് ഇതിനെ കുറിച്ച് എന്താ നിങ്ങൾ പറഞ്ഞു തരാ വേണ്ടത്. അപ്പൊ അവിടുന്നാണ് ഈ ചർച്ച. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതേ വിഷയം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സാധാരണക്കാരൻ, എനിക്ക് അറിയില്ല ഇതിന്റെ മതവിധി എന്താണ് നിങ്ങൾ പറഞ്ഞു തരുന്ന ഞാൻ പറഞ്ഞു. ആ ചോദ്യം കൃത്യമായിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ വിഷയത്തെ വാട്സപ്പ് ഒരു ബ്ലോക്കിങ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ആ ചോദ്യം മാറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കപ്പലിലാണെങ്കിൽ നമ്മളൊരു കപ്പലില് വെളിച്ചം നഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ആ കപ്പലിൽ നിന്ന് ജിന്നെ വെളിച്ചം തരണേ എന്ന് തേടിയാൽ അതിന്റെ മതവിധി എന്താണെന്ന് നമ്മൾ കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത്
നജ്മുദ്ദീൻ ഉസ്താദ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കപ്പലിൽ യാത്ര അല്ല ഒരു മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലില് സാധാരണ ഞാൻ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല, ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഈ കപ്പലില് അത് നമ്മള് സീറ്റിന്റെ അത് ശരി. അപ്പൊ പിന്നെ നിങ്ങൾ ആദ്യം അതിൽ അന്വേഷിക്കണ്ടേ? അല്ല, അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളോടുള്ള അഭിപ്രായം കൂടി ചോദിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതല്ല പറയണത്. നമ്മൾ കപ്പല് ഫ്ലൈറ്റിലത്തെ കാര്യം നിങ്ങൾ രണ്ടിലും യാത്ര ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിൽ ഞാൻ നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട്. നമുക്കായിട്ടൊരു ചെറിയ ലൈറ്റ് നമ്മുടെ തലയുടെ മുകളിൽ ഉണ്ടാവും, അതിന് അവിടെ ബട്ടൺ സ്വിച്ച് ഉണ്ടാവും. അപ്പോ അത് എന്താണെന്ന് നമ്മൾ അറിയില്ലെങ്കിൽ എയർ ഹോസ്റ്റൽസിനെയാണ് വിളിക്കണ്ടേ, നമുക്കൊരു വെളിച്ചം അവിടെ വേണമെന്നുണ്ടെങ്കിൽ. അല്ലെ ഇത് പറയേ. അപ്പൊ ഈ കപ്പലത്തെ കാര്യം നമുക്ക് അതൊന്നും ആദ്യം അന്വേഷിക്കണല്ലോ. കപ്പലിന് വെളിച്ചം പോയാല് എനിക്കറിയില്ലല്ലോ, ക്യാപ്റ്റനൊന്നും നമ്മൾ വിളിക്കേണ്ടി പറഞ്ഞ മാതിരി ഇന്റെ അജ്ഞത ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ ടൂ വീലർ വർക്ക്ഷോപ്പുകാരനാണ്, ഗ്യാരേജ് ആണ്. ഒരു സംശയം കൂടി, ഇതിനൊരു മതവിധി പറഞ്ഞു തരും തന്നെ ഞാൻ ഓലോട് പറഞ്ഞിരിക്കണത്. മതവിധി വിളിച്ചിട്ടുണ്ട് ഇതിന്റെ. പിന്നെ ജാഫർ സാഹിബേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ മതവിധി പറയുന്നതിന് മുമ്പേ ഈ ടി കെ അഷ്റഫിന് കപ്പലുമായിട്ടൊരു ബന്ധമില്ല, ഈ ജാഫർ ഫൈസൽ മൗലവിക്കും കപ്പലിന് ജോലിയൊന്നുമില്ല. അപ്പൊ ഈ കപ്പലിന്റെ ജോലിക്കാരെ അടുത്തല്ലേ നമ്മൾ ആദ്യം ചോദിക്കണ്ടേ? എനിക്ക് അറിയാണ്ട് ചോദിക്കാണ്. അതെ, അപ്പൊ ഇവര് അങ്ങനെ പറഞ്ഞു തന്നാലും മതി. പക്ഷെ ഇവരെന്ത് ചെയ്തു പറയും, ഒരുപാട് സംസാരങ്ങൾ ഇതിന് കഴിഞ്ഞു, പിന്നെ ഭീഷണിയിലേക്ക് എത്തി. അതായത് പിന്നീട് എന്റെ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു. കാരണം ഞാൻ ഈ ഗ്രൂപ്പുകളുടെ ഒക്കെ അഡ്മിൻ ഉണ്ടായിരുന്നു, കുറെ ഗ്രൂപ്പുകളുടെ അഡ്മിൻ. ഭീഷണിപ്പെടുത്തിയത് ഈ മഞ്ചേരിയുള്ള ഷമീർ മഞ്ചേരി, പിന്നെ അതുപോലെ പിന്നെ അതേപോലെ ഒരു അരീക്കോട് ഒരാളുണ്ട്. അല്ല, ഇവര് വർക്ക്ഷോപ്പിൽ വന്നിട്ട് പിന്നെ ഒരാള് വർക്ക്ഷോപ്പിന്റെ അടുത്ത് എത്തിക്കണ്. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തു. അങ്ങനെ ഇവര് ഫോൺ ചെയ്തിട്ട് എന്താ പറയണേ, ആദ്യം ഇവര് പറഞ്ഞു നിങ്ങളെ സ്റ്റേഷനിൽ വിളിപ്പിക്കും, നിങ്ങള് പിന്നെ ഈ പണ്ഡിതന്മാർക്ക് വിളിച്ചിട്ട് ഓരോരോ തെറി പറഞ്ഞിരിക്കണം, അങ്ങനെ പറഞ്ഞു, അന്യായമായി സംസാരിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങള് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തോളി. എന്തിന്? ഞാൻ എന്താണ്, ഏത് പണ്ഡിതനാണ് അന്യായമായി സംസാരിച്ചിരിക്കുന്നത് വെച്ചാല് അത് എന്ത് ചെയ്തോളി, നിങ്ങള് പിന്നെ സ്റ്റേഷനിൽ കൊടുത്തോളി, ഞാൻ വരാൻ തയ്യാറാണ് പറഞ്ഞു. നമുക്ക് ഞാൻ ഉണ്ടല്ലോ, കാരണം നമ്മളിപ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പൊ ഒരു അഡ്രസ് ചോദിച്ചു. അപ്പൊ ഇവര് പെരിന്തമണ്ണ എത്തിയിട്ടാണ്, ഇവര് പെരിന്തമണ്ണ പാസ് ചെയ്തിട്ടാണ് എന്നോട് ചോദിക്കണത്. അപ്പൊ ഒരു പെരിന്തമണ്ണ ഉണ്ട്, പെരിന്തമണ്ണ പോകുന്ന ആനങ്ങാട് എത്തിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആനങ്ങാടിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരം പോകുന്ന എന്റെ ഷോപ്പുണ്ട് പറഞ്ഞു. അപ്പൊ ഒരു വർക്ക്ഷോപ്പിന്റെ പരിസരത്ത് എത്തി. പിന്നെ പലരും വന്നിട്ട് എന്ത് ചെയ്തു, ഇതേപോലെ ഫോണുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചിലവര് നെറ്റ് കോൾ വേറെയും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കറക്റ്റ് അഡ്രസ്സ് പിന്നെ തൂതയുടെയും കരിങ്കലത്താണി ഇങ്ങനെ വരുമ്പോ തൂതയുടെയും ആനങ്ങാടിന്റെ ഇടയിൽ എടത്തറയിലുള്ള ഒരു ബുള്ളറ്റ് വർക്ക്ഷോപ്പാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തു. എനിക്ക് അതിലൊന്നും തകരാറില്ല. പക്ഷെ പിന്നീട് ഇത് ഈ ഭീഷണികളുടെ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പറയോ, പിന്നീട് ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്കിങ്ങിലാണ് ഞാൻ കുടുങ്ങിയത്. വാട്സപ്പ് ബ്ലോക്ക് ചെയ്തേക്ക് ഞാൻ പച്ച ബ്ലോക്കായി. നിങ്ങൾ ആദ്യം കാര്യം ചെയ്യും, ഒരു നമ്പർ എടുക്കുക, ആ നമ്പർ എടുത്തിട്ട് ഇവരെ ഗ്രൂപ്പിലൊന്നും കൊണ്ടേ കാണിച്ചു കൊടുക്കാതെ നിങ്ങളിപ്പോ പണികൾ നടക്കട്ടെ. ആദ്യം അത് ചെയ്യും, എന്നിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ കാര്യങ്ങൾ നടക്കട്ടെ. കേട്ടില്ല? ഓക്കെ, എന്നാ ശരി.